വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പം ഇപ്പോൾ നിലനിൽക്കുന്നുവെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസമൊക്കെ ഈ സമ്മതപത്രം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില പിറകോട്ടുപോക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഇന്നലെ മന്ത്രി നേരിട്ട് അവിടെ എത്തി ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. സമ്മതപത്രം ഒപ്പിട്ടുവെന്ന് കരുതി ഭാവിയിൽ എന്തെങ്കിലും അധികമായി നൽകാൻ തീരുമാനിച്ചാൽ കിട്ടാതിരിക്കില്ലെന്നാണ് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് സർക്കാരിന്റെ ഉറപ്പ്. എല്ലാവർക്കും തുല്യമായിട്ട് മാത്രമേ സഹായം വിതരണം ചെയ്യൂ. വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി സ്മാർട്ട് കാർഡ് പുറത്തിറക്കിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരുന്നു. ഇതിലൂടെ ദുരന്തബാധിതർക്ക് സഹായങ്ങൾ വിതരണം ചെയ്യാൻ സൗകര്യമൊരുക്കും. ഏപ്രിൽ മുതൽ 6 മാസത്തേക്ക് സാധനങ്ങൾ വാങ്ങാൻ 1000 രൂപയുടെ കൂപ്പൺ നൽകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. CB അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി പങ്കുചേരും. അനുമോദ്, ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാരിനെ ഈ ദുരന്തബാധിതർക്ക് വിശ്വാസമില്ല. കാരണം അവരുടെ പല വ്യവസ്ഥകളും ഇവരോട് ചേർന്ന് നിൽക്കുന്നതല്ല. ഓരോ സമയത്തും ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വസ്തുവിൻ്റെ അളവുമായി ബന്ധപ്പെട്ടും തുകയുമായി ബന്ധപ്പെട്ടും ഇതുവരെ ലഭിക്കാനുള്ള പണവുമായി ബന്ധപ്പെട്ടും മാസം കൊടുക്കുമെന്ന് പറഞ്ഞ പണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പരിഹരിക്കുക എന്ന പ്രാഥമികമായ വലിയ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത് സംഭവിക്കുന്നില്ല എന്നാണോ ഇപ്പോൾ മന്ത്രി നൽകുന്ന പുതിയ ഉറപ്പ്? എന്താണ്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും അധികം ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യം ഈ പുനരധിവാസത്തിലെ ചില നിബന്ധനകളായിരുന്നു. അതിൽ ഒരു വ്യക്തത കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ നടത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ദുരന്തബാധിതർ സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി സർക്കാരിന് വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് മാറ്റിയിട്ടുണ്ട്. ദുരന്തബാധിതർ ആ ദുരന്ത മേഖലയിൽ അവരുടെ വീട് മാത്രം സറണ്ടർ ചെയ്താൽ മതി എന്നാണ് സർക്കാരിന്റെ പുതിയ തിരുത്ത്. അതായത് ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുടെ വീടുകൾ അതൊരിക്കലും താമസിക്കാൻ യോഗ്യമാവുന്നതല്ല. അവിടെ താമസിക്കുവാൻ ഇനി അനുവാദവും ഉണ്ടാവില്ല. പക്ഷേ അവരുടെ സ്ഥലം, അതിന്റെ ഉടമസ്ഥാവകാശം സർക്കാർ അവരിൽ നിന്നും മാറ്റുകയില്ല. അവിടെ അവർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും. അവിടെ സ്ഥിരതാമസത്തിനൊഴികെ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കും എന്നാണ് സർക്കാർ പറഞ്ഞത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കൂടുതൽ ആളുകൾ ഈ സർക്കാരിന്റെ ഈ ഒരു നീക്കവുമായിട്ട് സഹകരിക്കാത്തതിന്റെ ഒരു കാരണവും അവരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നഷ്ടമാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ്. കാരണം ആകെ ലഭിക്കുന്നത് 7 സെന്റ് ഭൂമിയും വീടുമാണ്. അതിന് പകരം നഷ്ടമാകുന്നത് ഒരു പക്ഷേ ആ ദുരന്ത മേഖലയിലെ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആളുകളെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏക്കർ കണക്കിന് ഭൂമിയായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള ഒരു ആശങ്ക പൂർണ്ണമായിട്ടും പരിഹരിക്കുവാൻ മന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ദുരന്ത മേഖലയിലെ വീടുകളുടെ ഉടമസ്ഥാവകാശം മാത്രമാണ് സറണ്ടർ ചെയ്യേണ്ടതെന്നുള്ളത്. മറ്റ് ഭൂമിക്ക് അത്തരത്തിലുള്ള നിബന്ധനകൾ ബാധകമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ എല്ലാവർക്കും ഒരുപോലെ എന്ന തരത്തിലാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് 7 സെന്റ് എന്ന തരത്തിലേക്ക് ആദ്യഘട്ടത്തിലുള്ള ചർച്ചകൾ എത്തിയിരിക്കുന്നത്. ഇനി കുറെ കൂടി വ്യക്തത ഈ കാര്യങ്ങളിൽ വരികയാണെങ്കിൽ കൂടുതൽ സ്ഥലം കൊടുക്കുന്നതിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സർക്കാർ തുറന്ന നിലപാടുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട എന്നും മന്ത്രി പറയുന്നുണ്ട്. ഇത്രയും വലിയ ഒരു പുനരധിവാസം അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് മാത്രമേ അതിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സാധ്യമായതെല്ലാം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ചികിത്സാ സഹായം ലഭിക്കാത്തതിനും അതേപോലെ തന്നെ ദിവസത്തിൽ സർക്കാർ പ്രതിദിനം നൽകിയിരുന്ന പണം ലഭിക്കാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട സംവിധാനങ്ങൾ കാർഡ് വഴി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കാനുള്ള സംവിധാനങ്ങളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. തുടങ്ങി എല്ലാ അർത്ഥത്തിലും സർക്കാർ ഈ ഒരു ദുരന്തബാധിത മേഖലയിലെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് ആവർത്തിക്കുന്ന നിലപാടാണ് മന്ത്രി കെ രാജൻ ഇന്നലെ അവലോകന യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വയനാട് ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്നാണ് മനസ്സിലാക്കേണ്ടത്.